ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ മറ്റൊന്നുമല്ല, ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ 9 A+ഉം ഒരു Aയും നേടി. അത് കാരണം ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും എല്ലാ മക്കൾക്കും, എല്ലാ വിജയിച്ചവർക്കും A+ നേടിയവർക്കും എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. അത് A+ കിട്ടി. കെമിസ്ട്രിക്ക് മാത്രം അവന് A ആയിപ്പോയി. വിജയിച്ചു എന്ന്. അപ്പോൾ ഞങ്ങൾ തെങ്ങണ വട്ടച്ചാൽപ്പടി ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ വട്ടച്ചാൽപ്പടി DYFയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് +2ലും 10ാം ക്ലാസ്സിലും എല്ലാത്തിനും നല്ല മാർക്ക് നേടിയ കുട്ടികൾക്ക് ഒരു അവാർഡ് കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ഇനി പോകാനെല്ലാം ഞങ്ങൾ റെഡിയാക്കിയിരിക്കുകയാണ്. അതിന് പോവാം. ഈ വട്ടച്ചാൽ ഭാഗം DYFP പ്രവർത്തകരെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം അവർ എല്ലാവർക്കും എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആൾക്കാരാണ്. കാരണം കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ BJP എന്നോ അങ്ങനെ ഒരു വ്യത്യാസവുമില്ല. അവർ എല്ലാവരും സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന ഒരു ടീമാണ്. അവർ നല്ല ഒരു പങ്കാളിത്തമാണ് അവർ കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിൽ കോവിഡ് കാലത്ത് അവർ പല സാധനങ്ങൾ കളക്ട് ചെയ്ത് അവരെ കൊണ്ട് ആകാവുന്ന രീതിയിൽ പല സാധനങ്ങളും ഈ വന്ന ആൾക്കാരുടെ മുഴുവൻ വീടുകളിലും എത്തിച്ചു കൊടുത്തു. അങ്ങനെ ഒത്തിരി സഹായമായിരുന്നു ആ സമയത്തൊക്കെ. കാരണം പുറത്തൊന്നും പോയി നമുക്ക് സാധനം മേടിക്കാത്തൊരു സിറ്റുവേഷൻ വന്നായിരുന്നു. അന്നേരപ്പോൾ അവരെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ അവർ അതെല്ലാം വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു. ഒരു പറ്റം ചെറുപ്പക്കാരാണ് ഈ ചെയ്യുന്നത് കേട്ടോ, പ്രവർത്തനം ചെയ്യുന്നത്. അവരെ സഹായിക്കാൻ അവരുടെ വീട്ടുകാരും സഹായിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ഏരിയയിലെ പിള്ളേരായതുകൊണ്ടല്ല ഞാൻ പുകഴ്ത്തി പറയുന്നത്. പക്ഷെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ എല്ലാ സജീവ പങ്കാളിത്തവും അവർ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ അവർ പൊതി കളക്ട് ചെയ്യും. പല വീടുകളിൽ നിന്നായി പൊതികൾ കളക്ട് ചെയ്ത് ആശുപത്രിയിൽ എത്തിച്ചു കൊടുക്കും. അങ്ങനെ അവരെ കൊണ്ട് ചെയ്യാവുന്നത് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കായാലും എന്ത് അത്യാവശ്യം വന്നെന്ന് പറഞ്ഞാലും അവരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ സഹായിക്കും. അതേപോലെ എല്ലാ വർഷവും ഒരു വീട്ടിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും കുട്ടികൾക്കും പഠനോപകരണ സാധനങ്ങൾ അവർ കൊടുക്കാറുണ്ട്. ഒരു വീട്ടിൽ ഒരു ബാഗ്, പിന്നെ എല്ലാ പിള്ളേർക്കും ബുക്കുകളും പെൻസിലും സ്കെയില് അതുപോലെ കുറേ സാധനങ്ങൾ കൊടുക്കാറുണ്ട്. അത്
ഒരു കൈത്താങ്ങാണ് ഒരു പക്ഷേ. കാരണം ഈ ഒരു വില നല്ല റേറ്റൊക്കെ കൊടുത്ത് മേടിക്കേണ്ട സ്ഥാനത്ത് അവരെ കൊണ്ട് ചെയ്യാവുന്ന ഒരു നല്ലൊരു കാര്യമാണ് അത് ചെയ്യുന്നത്. അവരെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. അവരൊരു നല്ലൊരു ടീമാണ്. ടീമെന്ന് മാത്രമല്ല, നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ടീമാണ്. അതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു. കാരണം ഞങ്ങളുടെ ഏരിയയായ വട്ടച്ചാൽപ്പടിയിൽ ഇത്രയും നല്ല പ്രവർത്തകരെ കിട്ടിയതിൽ പ്രത്യേകം അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാവരുടെയും പേരിലും പ്രത്യേകം നന്ദി ഞാൻ പറയുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് ആ പ്രോഗ്രാം കാണുമ്പോൾ ബാക്കി നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ഓക്കെ.